തമിഴ്നാട് അതിർത്തിയിലെ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം വെർച്വൽ ആകുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസം ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം പകൽ മാത്രമാക്കിയിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റ് സംവിധാനം പൂർണ്ണമായി ഇല്ലാതാവും. അതിർത്തി കടന്നെത്തുന്ന ചരക്കു വാഹനങ്ങളുടെ പരിശോധനകൾ AI ക്യാമറകളും സ്കാനറുകളും മാത്രം ഉപയോഗിച്ചാകും ഇനി മുതൽ നടപ്പാക്കുക. നിലവിൽ GST വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറകളിലൂടെയാണ് ഇ-വേ ബില്ല് പരിശോധിക്കുക. വാഹനം കടന്നെത്തുമ്പോൾ തന്നെ ഇ-വേ ബില്ലിന്റെ ലിങ്ക് RT ഓഫീസിൽ കൺട്രോൾ റൂമിലെത്തും. ഇതിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളെ ഉപയോഗിച്ച വാഹനം പിടിച്ചെടുത്ത നിയമ നടപടി സ്വീകരിക്കും. വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനത്തിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായി മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകളുടെയും സ്കാനറുകളുടെയും നിരീക്ഷണത്തിലൂടെയാകും ഇ-വേ ബില്ല് പരിശോധന എന്നതാണ് പ്രത്യേകത. ഇതിനുള്ള സാങ്കേതിക സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഓഫീസ് ജോലികൾ വേഗത്തിൽ തീർപ്പാക്കാൻ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാരെ പിൻവലിക്കാനാണ് ഈ തീരുമാനമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും വർദ്ധിച്ചു വരുന്ന അഴിമതിയാണ് നടപടിക്ക് പിന്നിലെന്നാണ് സൂചന. കഴിഞ്ഞ മാസം ലക്ഷങ്ങളാണ് വാളയാർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലി പണമായി വിജിലൻസ് പിടികൂടിയത്. ചെക്ക് പോസ്റ്റ് സംവിധാനം ഇല്ലാതാകുന്നതോടെ വാഹനങ്ങളുടെ നിയമലംഘനം പിടികൂടാൻ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ എണ്ണം 6 നിന്ന് 9 മുതൽ 12 ആകും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടനുണ്ടാകും. നിലവിൽ 6 താലൂക്കുകൾ കേന്ദ്രീകരിച്ച 6 എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളാണുള്ളത്. സ്ക്വാഡിൽ MVIയും 3 AMVIയുമാണുള്ളത്. ആകെ എൻഫോഴ്സ്മെന്റ് വിങ്ങിൽ 25 ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. അതിനാൽ തന്നെ സ്ക്വാഡിൽ പലപ്പോഴും ഇത്രയും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കുണ്ടാവാറില്ല. 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടി വേണമെന്നാണ് നിർദ്ദേശമെങ്കിൽ ഉദ്യോഗസ്ഥ ക്ഷാമത്താൽ നിലവിൽ രാവിലെ 10 മണി മുതൽ 5 വരെയുള്ള ഒരു ഷിഫ്റ്റിൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നത്. ടാക്സോ പെർമിറ്റോ ഇല്ലാതെ വാഹനം എൻഫോഴ്സ്മെന്റ് ആണ് പിടികൂടുന്നതെങ്കിൽ ഇരട്ടിയോളം തുകയും പിഴയും അടയ്ക്കണം. അതിനാൽ സ്ക്വാഡിന്റെ എണ്ണം കൂട്ടിയാൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി നിയമലംഘനം തടയാനും റോഡ് അപകടം കുറയ്ക്കാനും സാധിക്കും. വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം നിലവിൽ വരുമ്പോൾ കൈക്കൂലി പ്രശ്നവും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 100ലേറെ പരിശോധനകളിലായി 1/2 കോടിയോളം രൂപയുടെ കൈക്കൂലി പണമാണ് വിജിലൻസ് പിടിച്ചെടുത്തത്. വിജിലൻസ് പരിശോധനയിൽ ഏറ്റവും കൂടുതൽ അഴിമതി കണ്ടെത്തിയ ചെക്ക് പോസ്റ്റുകളിലൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളാണ്. എന്നാൽ പുതിയ പരിഷ്കാരത്തിലൂടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചെക്ക് പോസ്റ്റ് മറയുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. വാളയാറിലെ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റ് ഇല്ലാതാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ ചെക്ക് പോസ്റ്റ് സംവിധാനമാണ് ചരിത്ര താളുകളിലേക്ക് മറയുന്നത്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് വാളയാർ ചെക്ക് പോസ്റ്റ്. ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഒരുക്കാനായി വാളയാറിലെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റ് 2021 പൊളിച്ചു മാറ്റിയിരുന്നു. പിന്നീടാണ് മലബാർ സിമന്റ്സ് കമ്പനിക്ക് എതിർവശത്തെ റോഡിലേക്ക് കണ്ടെയ്നർ ചെക്ക് പോസ്റ്റ് ആക്കി അത് മാറ്റിയത്. ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതിനാൽ ചെക്ക് പോസ്റ്റുകൾ വേണ്ടെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നതോടെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദ്ധതി ഉപേക്ഷിച്ചു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് സംവിധാനവും ഇല്ലാതാകുന്നു.